അല്ല അതൊക്കെ അവർ ചെയ്തോട്ടെ. അതിനൊക്കെയുള്ള സ്വാതന്ത്ര്യം ഇന്ത്യയിലുണ്ട്, ഈ രാജ്യത്തുണ്ട്. അതായത് കോൺഗ്രസ് കൊണ്ടുവന്ന സ്വാതന്ത്ര്യമുണ്ട് ഈ രാജ്യത്ത്. അതിനൊക്കെയുള്ള സ്വാതന്ത്ര്യം അവരുടെ ഗണഗീതത്തെ അവർ വിശദീകരിക്കുകയോ ഗണഗീതം അവർ പാടുകയോ ചെയ്യും. ഔദ്യോഗിക ചടങ്ങിൽ ഒരു കാരണവശാലും അതല്ല, അതൊന്നുമല്ല. ഔദ്യോഗിക ചടങ്ങിൽ ഒരു കാരണവശാലും അവര് ആര് ചെയ്താലും തെറ്റാണ്. DK ശിവകുമാർ ചെയ്താൽ ഔദ്യോഗികമായിട്ട് ആരും ചെയ്യാൻ പാടില്ല. അത് ചെയ്തത് തെറ്റാണ്, ചെയ്യാൻ പാടില്ല. അതൊരു ഔദ്യോഗിക കുട്ടികൾ അങ്ങനെ നിഷ്കളങ്കരമായിട്ട് കുട്ടികൾ നിഷ്കളങ്കരമായിട്ട് പാടില്ലല്ലോ. എൻ്റെ പുറകിൽ ആരെങ്കിലും പ്രവർത്തിച്ചാലല്ലേ പാടുള്ളൂ. രണ്ടത് റെയിൽവേ എന്തിനാ പോസ്റ്റ് ചെയ്യണം? കുട്ടികൾ നിഷ്കളങ്കമായി പാടിയ ഗണഗീത റെയിൽവേ എങ്ങനെയാണ് എക്സിൽ പോസ്റ്റ് ചെയ്യണം? പിന്നെന്തിനാണ് ആക്ഷേപം വന്നപ്പോൾ പിൻവലിച്ചത്? പിന്നെന്തിനാണ് രണ്ടാമതും വാശിയോട് വിളിച്ചത്? ഇതൊന്നും ശരിയായിട്ടുള്ളത്. ഒന്ന് നാട്ടുകാരുടെ ചെലവിലും ഔദ്യോഗിക പരിപാടി എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ ചെലവിൽ നടക്കുന്ന പരിപാടി. ഞാൻ ആദ്യത്തേലും പറഞ്ഞത് സർവേയുടെ കാര്യം രണ്ടും ഒരേ രീതിയിലുള്ള പരിപാടികളാണ്, ഒരേ രീതി. ഇത് രണ്ടും കേരളത്തിൽ അനുവദിക്കാൻ പാടില്ല. ഇതിനെ ശക്തിയായി എതിർക്കുക തന്നെ ചെയ്യും. തീർച്ചയായും ഒരു കാരണവശാലും അനുവദിക്കാൻ അട്ടപ്പാടിയിലെ 2 കുട്ടികൾ കെട്ടിടം വീണ സംഭവത്തിൽ അമ്മ കൃത്യമായ ആരോപണം ഉന്നയിക്കുന്നത്, അതായത് അവിടെ ചികിത്സ കൊണ്ടുപോകാൻ വാഹനം പോലും കിട്ടിയില്ല. അട്ടപ്പാടിയുടെ പദ്ധതികളൊക്കെ നമുക്കറിയില്ല. ദൗർഭാഗ്യകരമായ കാര്യം. ഞാൻ തന്നെ അട്ടപ്പാടിയിൽ 2 പ്രാവശ്യം വിസിറ്റ് ചെയ്തതെല്ലാം ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. ഗവൺമെന്റ് പറയുന്നത് ഇപ്പോൾ അതീവ ദരിദ്രത ഇല്ലാത്ത സംസ്ഥാനമാണ്. നിങ്ങൾ അട്ടപ്പാടിയിലേക്ക് കാണാൻ പറയാം മന്ത്രിമാരും. അവിടുത്തെ കേരളത്തിൽ 1,16,000 ആദിവാസി കുടുംബങ്ങളുണ്ട്. അതിൽ അതീവ ദരിദ്രത പട്ടികയിൽ 6,400 പേര് കഷ്ടപ്പാടും ദുരിതവും പട്ടിണിയുമായി കിടക്കുന്ന നിരവധി ആളുകൾ. അവർക്കൊരു ആക്സസ് പോലും ഇല്ല, ഒരു ആംബുലൻസ് പോലും ഇല്ല. വിളിച്ചാൽ ഒരു ആശുപത്രിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരു വാഹനം വിളിച്ചിട്ടാണ്. കുഞ്ഞുങ്ങളുടെ ജീവനാണ് നഷ്ടപ്പെട്ടത്. പാവപ്പെട്ട കുഞ്ഞുങ്ങളുടെ, നിവൃത്തിയില്ലാത്ത കുഞ്ഞുങ്ങളുടെ ആശുപത്രിയിൽ എത്തിച്ചിരുന്നെങ്കിൽ രക്ഷപ്പെടുത്താമായിരുന്നു എന്നാണ് കുഞ്ഞുങ്ങളുടെ അമ്മ പറയുന്നത്. തീർച്ചയായിട്ടും അത് ശരിയാണ്, അവിടുത്തെ യാഥാർത്ഥ്യമാണ്. അതിനുള്ള സംവിധാനങ്ങൾ ചെയ്യണ്ടേ? അല്ലാതെ പുറമേനി നടിച്ചുകൊണ്ടുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലെന്നേ നവകേരള സർവേ ഇപ്പം എന്ത് സർവേയാണ്? ഈ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള സർവേ അത് പാർട്ടി എങ്ങനെയാവണത്? അത് ഗവൺമെന്റ് പ്രഖ്യാപിച്ചിരിക്കുന്ന പദ്ധതി. ഗവൺമെന്റിന്റെ പണം ഉപയോഗിച്ചുകൊണ്ട് ഗവൺമെന്റ് പൈസ കൊടുത്തുകൊണ്ട് പാർട്ടിക്കാരെ വെച്ചുകൊണ്ട് സർവേ നടത്തിയാലും സർക്കാരിന് അവർ വേണമെങ്കിൽ സർവേ നടത്തുമോ, CPM സർവേ നടത്തുമോ, LDF സർവേ നടത്തുമോ, ചെയ്യുന്നതിലൊന്നും ഞങ്ങൾക്ക് യാതൊരു പരാതി. അതൊക്കെ പൊളിറ്റിക്കൽ വർക്കാണ്. നാട്ടുകാരുടെ ചെലവ് ഞാനും നിങ്ങളും കൊടുക്കുന്ന നികുതി പണം ഉപയോഗിച്ച് ആ പണം ഉപയോഗിച്ച് പാർട്ടി പ്രവർത്തകരെ വെച്ച് സർവേ നടത്തിയാൽ ഞങ്ങൾ എതിർക്കും. ഞങ്ങൾ നിയമപരമാവും രാഷ്ട്രീയവുമായി തന്നെ നേരിടും. സർക്കാർ നടത്തുന്നത് ഞങ്ങൾക്ക് അതിനെന്തിനാ CPM സംസ്ഥാന കമ്മിറ്റി സർക്കുലർ അയക്കുന്ന പാർട്ടിക്കാരെ വെച്ചുകൊണ്ട് സർവേ നടത്തണം? സർക്കാരിൻ്റെ കാര്യത്തിൽ CPM-ന് എന്താ കാര്യം? CPM സംസ്ഥാന സെക്രട്ടറിക്ക് എന്താ കാര്യം? എന്തിനാണ് ഇങ്ങനെ ഒരു സർക്കുലർ അയച്ചത്? പാർട്ടിക്കാരെ വെച്ചുകൊണ്ട് നടത്തണം. മാത്രമല്ല ഇപ്പം എന്തിനാണ് സർക്കാർ നടത്തണം? ഈ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്ന സമയത്താണോ സർവേ? ആ സമയത്ത് സർവേ എന്നുള്ള പേരിൽ സ്ക്വാഡ് പ്രവർത്തനം നടത്തണം നാട്ടുകാരുടെ ചെലവിൽ. ഇനി കൈയിട്ട് വരികയാണ്, നശിപ്പിച്ചു മുഴുവൻ കേരളം, ഖജനാവ് മുഴുവൻ കാര്യം. വീണ്ടും ഞങ്ങൾ പറഞ്ഞല്ലോ, അതെല്ലാം ഉന്നയിച്ചത് സിസ്റ്റമിക് ഫെയിലിയർ ആണെന്ന് മന്ത്രി തന്നെ പറഞ്ഞു. നിരന്തരമായി സിസ്റ്റത്തിൽ ഫെയിലിയർ ആണെങ്കിൽ ഈ സിസ്റ്റത്തെ തകർത്തത് അവരാണ്. അവർ രാജിവെച്ച് ഇറങ്ങിപ്പോകണം. അവർ അയച്ചിരിക്കുന്ന അന്വേഷണത്തിന് വേണ്ടി റിപ്പോർട്ട് തേടും എന്ന് അവർ പറഞ്ഞിരിക്കുന്നതും അതിന്മേൽ കിട്ടിയിരിക്കുന്ന റിപ്പോർട്ടും രണ്ടും കൂടി മൂല്യങ്ങളുണ്ട്. ഈ കഴിഞ്ഞ 5 കൊല്ലത്തിനിടയിൽ ഞങ്ങൾ ഉന്നയിച്ച് ഗൗരവകരമായ ആരോപണം ഉന്നയിച്ചില്ലേ? കേരളത്തിലെ ആരോഗ്യരംഗം, ആരോഗ്യ കേരളം വെന്റിലേറ്ററുള്ള പരിതാപകരമായ അവസ്ഥയാണ്. ഡോക്ടർ ഹാരിസ് എന്താ പറഞ്ഞത്? ഹാർട്ട് പേഷ്യൻസ് ആണ്, ഹാർട്ട് അറ്റാക്ക് ആയിട്ട് വന്നു നടക്കുന്ന ആളെ നിലത്ത് കിടത്താണ്. വിരി പോലും ഇല്ല കൊടുക്കാൻ വേണ്ടി, നിലത്ത് കിടന്നോളാൻ പറയുകയാണ്. അല്ലാത്ത അസുഖം വന്നോ മരിച്ചു പോകും അവിടെ കിടന്നു കഴിഞ്ഞു. ഈ ഹാർട്ട് അറ്റാക്ക് ആയിട്ട് വന്ന ആളെ പിന്നെ 6 ദിവസത്തേക്ക് പരിശോധിച്ചിട്ടില്ല. അതാണ് മരണകാരണം. അയാളെ പരിശോധിച്ചാൽ നടപടി സ്വീകരിക്കണ്ടേ? എന്നിട്ട് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവിടുത്തെ കാർഡിയോളജിയിലെ ഡോക്ടർമാർ വാദങ്ങൾ ഉന്നയിക്കുകയാണ്. ഒരു മനുഷ്യൻ ആശുപത്രിയിൽ പോയാലുള്ള സ്ഥിതിയാണ് ഹാർട്ട് അറ്റാക്കായിട്ട് ആശുപത്രിയിൽ പോയ ആളുടെ സ്ഥിതിയാണ്. അദ്ദേഹം കൊടുത്തയച്ച സന്ദേശം തന്നെ അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം നാടിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഗവൺമെൻറ് എന്താ പറയാനുള്ളത്? സിസ്റ്റത്തിൻ്റെ കുഴപ്പമെന്ന് വെച്ചാൽ സിസ്റ്റം നന്നാക്കേണ്ട ആരാ? സിസ്റ്റം ഈ കുഴപ്പത്തിലാക്കിയതാരാ? മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ എത്ര കോടി കൊടുക്കാനുണ്ട്?
ഇവർ പറഞ്ഞ സാമ്പത്തികമായ ഒരു ബുദ്ധിമുട്ടും കേരളത്തിനില്ല. അപ്പോൾ ഒരു പ്രയോറിറ്റി വേണ്ടേ? പാവപ്പെട്ടവനെ മരുന്ന് മേടിക്കാനുള്ള കാശ് കൊടുക്കണ്ടേ? ഇപ്പോൾ സർജിക്കൽ എക്യുപ്മെന്റ്സ് എടുത്തുകൊണ്ട് പോകുന്നതാണ് സപ്ലൈ ചെയ്യുന്ന കമ്പനികൾ പറയുന്നത്. അവർക്ക് പൈസ കൊടുക്കണ്ടേ? കാലിതാ പദ്ധതിയുടെ പൈസ കൊടുക്കണ്ടേ? മരുന്ന് മേടിച്ചതിൻ്റെ പൈസ കൊടുക്കണ്ടേ? മെഡിക്കൽ കോളേജിൽ സർജറി നടത്താൻ പോകണമെങ്കിൽ നൂല്, സൂചിയും, കത്രിയും, പഞ്ഞിയും വരെ മേടിച്ചുകൊണ്ട് പോകണം.